ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ ഇന്ന് നമ്മൾ 3-ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ EVS അഥവാ പരിസര പഠനത്തിലെ 4-ാമത്തെ പാഠഭാഗമായ വൃത്തി നൽകും ശക്തി എന്ന് പറയുന്ന പാഠഭാഗമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പാഠഭാഗം നിങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ അതിലെ പ്രവർത്തനങ്ങളും ഉത്തരങ്ങളും നമ്മൾ എഴുതുന്നതാണ്. നിങ്ങളുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളിലെയും പാഠഭാഗങ്ങൾ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലുണ്ട്. ക്ലാസ് 3 ന്യൂ സിലബസ് എന്നാണ് നിങ്ങളുടെ പ്ലേലിസ്റ്റിൻ്റെ പേര്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൽ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് നമ്മൾ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എല്ലാ കൂട്ടുകാരും ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പാഠം 4, വൃത്തി നൽകും ശക്തി. ആരോഗ്യമുള്ള ജീവിതത്തിന് വൃത്തി പ്രധാനമാണെന്ന് മനസ്സിലായല്ലോ. ഇതേപ്പറ്റി നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കൂ. അപ്പോൾ എന്താണ്, ഒരു ഡോക്ടറാണല്ലേ അവിടെ കുട്ടികളോട് പറയുന്നത് ആരോഗ്യമുള്ള ജീവിതത്തിന് വൃത്തി പ്രാധാന്യമാണ് എന്ന് മനസ്സിലായല്ലോ. അതിനെപ്പറ്റി കുട്ടികൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിക്കാനാണല്ലേ പറയുന്നത്. സ്കൂൾ പാർലമെന്റിന്റെ നേതൃത്വത്തിൽ വൃത്തിശുചിത്വവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. കുട്ടികൾ ഡോക്ടറോട് നിരവധി സംശയങ്ങൾ ചോദിച്ചു. ഡോക്ടർ സംശയങ്ങൾക്കെല്ലാം ഉത്തരം നൽകി. ഡോക്ടറുടെ ക്ലാസ്സിൽ പങ്കെടുത്തതിനു ശേഷം അലൻ തൻ്റെ നോട്ട്ബുക്കിൽ കുറിച്ചത് വായിക്കാം. കളിക്കുമ്പോഴും മറ്റു പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നാം അറിയാതെ കൈകളിൽ അഴുക്ക് പുരളാൻ സാധ്യതയുണ്ട്. ഇതിൽ പല രോഗാണുക്കളും ഉണ്ടാകാം. സോപ്പിട്ട് കൈകൾ കഴുകുമ്പോൾ രോഗാണുക്കൾ നശിച്ചു പോകുന്നു. അപ്പോൾ എന്താണ് അലൻ തൻ്റെ നോട്ട് പുസ്തകത്തിൽ എഴുതിയത്? കളിക്കുമ്പോഴും മറ്റുമെല്ലാം എല്ലാ പ്രവർത്തികൾ ചെയ്യുമ്പോഴും നാം അറിയാതെ തന്നെ നമ്മുടെ കൈകളിലെല്ലാം അഴുക്ക് പുരളാൻ സാധ്യതയുണ്ടല്ലേ. ഇതിൽ പല രോഗാണുക്കൾ ഉണ്ടാകാം. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ഈ TV-യിലൊക്കെ കൈകളിൽ ഇങ്ങനെ പല രോഗാണുക്കളുമായിട്ട്. അതെന്താണ്? സോപ്പിട്ട് കൈകൾ കഴുകുമ്പോൾ ആ രോഗാണുക്കളെല്ലാം നശിച്ചു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. പല സോപ്പുകളുടെ പരസ്യത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് അവിടെ ആ കുട്ടിയോട് അമ്മ പറയുന്നത്? സ്കൂളിൽ നിന്ന് വന്നതല്ലേ, പോയി കയ്യും മുഖവും സോപ്പിട്ട് കഴുകൂ. അപ്പം എന്താണ്, സ്കൂളിൽ നിന്ന് വന്ന ഉടനെ വേറെ പ്രവൃത്തികളൊന്നും ചെയ്യരുത്, പോയി കയ്യും മുഖവും കഴുകാനാണല്ലേ പറയുന്നത്. കൂട്ടുകാരോടും കൂട്ടുകാരുടെ അമ്മ ഇങ്ങനെ പറയാറുണ്ടോ? ടോയ്ലറ്റ് ഉപയോഗിച്ചതിനു ശേഷം കൈകൾ സോപ്പിട്ട് കഴുകണം എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ടോയ്ലറ്റ് ഉപയോഗിച്ചതിനു ശേഷം കൈകൾ നന്നായി സോപ്പിട്ട് കഴുകണം എന്ന് പറയുന്നത്? എന്തുകൊണ്ടായിരിക്കും എന്ന് നമുക്ക് നോക്കാം അല്ലേ. ചിത്രങ്ങൾ കണ്ടല്ലോ. എപ്പോഴൊക്കെയാണ് നാം കൈകൾ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കേണ്ടത്? എപ്പോഴൊക്കെയാണ്? ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ്, ഭക്ഷണം കഴിച്ചതിന് ശേഷം, ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം, യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ. ബാക്കി 2 നമ്മളോട് എഴുതാൻ പറയുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. 2 ഞാൻ എഴുതിയിട്ടുണ്ട്. സ്കൂൾ വിട്ട് വീട്ടിലെത്തുമ്പോൾ, അതുപോലെ കളി കഴിഞ്ഞ് വീട്ടിലേക്ക് കയറുമ്പോൾ. അപ്പോൾ ഇപ്പോഴൊക്കെയാണ് നമ്മൾ കൈ നന്നായി സോപ്പിട്ട് കഴുകി വൃത്തിയാക്കേണ്ടത്. അടുത്തത്, കൈ കഴുകിയ വെള്ളം ശേഖരിക്കാനായി ഒരു ഒഴിഞ്ഞ ബക്കറ്റ് എടുക്കുക. ഓരോരുത്തരായി ഒഴിഞ്ഞ ബക്കറ്റിലേക്ക് കൈകൾ കഴുകുക. എല്ലാവരും കൈ കഴുകിയതിനു ശേഷം കഴുകിയ വെള്ളം ശേഖരിച്ച ബക്കറ്റിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ആദ്യം മാറ്റിവെച്ച ഗ്ലാസ്സിനടുത്ത് വെക്കുക. ഇനി 2 ഗ്ലാസ്സിലെയും വെള്ളം താരതമ്യം ചെയ്യൂ. എന്താണ് നിങ്ങളുടെ കണ്ടെത്തൽ? അതായത് ആദ്യം നമ്മളോട് ഒരു ഗ്ലാസ് വെള്ളം അവിടെ വെക്കാൻ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കൈ കഴുകിയ വെള്ളം ശേഖരിക്കാൻ ഒഴിഞ്ഞ ഒരു ബക്കറ്റ് എടുക്കുക. എന്നിട്ട് ഓരോരുത്തരായി ഒഴിഞ്ഞ ബക്കറ്റിലേക്ക് കൈകൾ കഴുകുക. എല്ലാവരും കൈ കഴുകിയതിന് ശേഷം കഴുകിയ വെള്ളത്തിൽ ശേഖരിച്ച ബക്കറ്റിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ആദ്യം മാറ്റി വെച്ച ഗ്ലാസ്സിനടുത്ത് വെക്കുക. അതായത് ആദ്യം മാറ്റി വെച്ച നല്ല ഗ്ലാസ് വെള്ളത്തിന് അടുത്ത് തന്നെ നമ്മൾ ഈ കൈ കഴുകിയ ആ ഒരു വെള്ളം കൂടെ വെക്കുക. ഇനി 2 ഗ്ലാസ്സിലെയും വെള്ളം താരതമ്യം ചെയ്യാൻ പറയുന്നുണ്ട്. എന്താണ് കൂട്ടുകാർ കണ്ടെത്തിയതെന്ന് എഴുതാനും പറയുന്നുണ്ടല്ലേ. അപ്പോൾ എന്താണ് ഗ്ലാസ്സിലെ വെള്ളത്തിൻ്റെയും ബക്കറ്റിൽ നിന്ന് എടുത്ത വെള്ളത്തിൻ്റെയും നിറം മാറ്റം ഉണ്ടല്ലേ. ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കൈ കഴുകിയത്? എങ്ങനെയാണ് വൃത്തിയായി കഴുകേണ്ടത്? കൈ കഴുകലിൻ്റെ ഘട്ടങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് നിരീക്ഷിക്കൂ. അപ്പോൾ കൂട്ടുകാരെങ്ങനെയാണ് കൈ കഴുകിയത്? നമുക്ക് വൃത്തിയായിട്ട് വേണമല്ലേ നമ്മുടെ കൈ കഴുകേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് വൃത്തിയായി കൈ കഴുകേണ്ടത് എന്ന ഘട്ടങ്ങൾ താഴെ തന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ആദ്യം എന്താ ചെയ്യേണ്ടത്? കൈകൾ നനച്ച് സോപ്പ് പതപ്പിക്കുക. അപ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് കൈകൾ നന്നായി നനച്ച് നമ്മൾ നന്നായി സോപ്പ് പതപ്പിക്കുക ആണ് ചെയ്യേണ്ടത്. രണ്ടാമത്തേത് കൈവെള്ളകൾ കൂട്ടിത്തിരുമ്മി വൃത്തിയാക്കുക. രണ്ടാമത് കൈവെള്ളകൾ, കൈൻ്റെ അടികൾ നന്നായിട്ട് കൂട്ടിത്തിരുമ്പി വൃത്തിയാക്കണം. 3, കൈകളുടെ പുറകുവശവും വിരലുകൾക്കിടയിലും വൃത്തിയാക്കുക. കൈയുടെ പുറകുവശവും അതുപോലെ വിരലുകൾക്കിടയിലും നമ്മൾ വൃത്തിയാക്കണം അല്ലേ. നമ്മളെപ്പോഴും വിരലുകളുടെ ഇടയിലാണ് മറന്നു പോവാറുള്ളത്. അപ്പോൾ വിരലുകളുടെ ഇടയിലും നമ്മൾ നന്നായി വൃത്തിയാക്കണം. 4, നഖങ്ങളും വിരലുകളും അഗ്രഭാഗവും കൈവെള്ളയിൽ ഉരച്ച് വൃത്തിയാക്കുക. അതുപോലെ തന്നെ നഖങ്ങളും വിരലുകളും
അഗ്രഭാഗങ്ങളും നമ്മൾ കൈവെള്ളയിൽ കൈയിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരച്ച് വൃത്തിയാക്കണം. 5-മത് വിരലുകളുടെ കൈക്കുഴകളും മറുകൈ ഉപയോഗിച്ച് വൃത്താകൃതിയിൽ തിരുമ്മി വൃത്തിയാക്കുക. വിരലുകളുടെ കൈക്കുഴകൾ മറുകൈ ഉപയോഗിച്ച് നന്നായി വൃത്താകൃതിയിൽ തിരുമ്പി വൃത്തിയാക്കണം. 6-മതായി ഒഴുകുന്ന വെള്ളത്തിൽ കൈകൾ നന്നായി കഴുകി വൃത്തിയുള്ള തുണി കൊണ്ട് തുടയ്ക്കുക. അപ്പോൾ 6-മതായിട്ട് നമ്മൾ ഒഴുകുന്ന വെള്ളത്തിൽ ഈ വൃത്തിയാക്കിയ കൈകൾ നന്നായി കഴുകി വൃത്തിയാക്കുക. എന്നിട്ടൊരു തുണി കൊണ്ട് തുടയ്ക്കുകയും ചെയ്യുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കൈകൾ കഴുകേണ്ടത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇനി മുതൽ കൈ കഴുകുമ്പോൾ ശ്രദ്ധിച്ച് ഇതേ സ്റ്റെപ്പുകളെല്ലാം കൂട്ടുകാർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം കൈകൾ കഴുകാനായിട്ട്. അപ്പോൾ ഒരു കുട്ടി അവിടെ പറയുന്നുണ്ടല്ലേ, കൈ കാണിച്ചുകൊണ്ട്, ഇതാ എൻ്റെ വൃത്തിയുള്ള കൈകൾ, ഞാൻ നഖം വെട്ടി വൃത്തിയാക്കി. അപ്പോൾ വൃത്തിയുള്ള കൈകൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നഖവും വെട്ടി നന്നായി വൃത്തിയാക്കണം. കൈകൾ പൂർണ്ണമായി വൃത്തിയുള്ളതാവണമെങ്കിൽ കൈകളിലെ നഖം വെട്ടി വൃത്തിയാക്കണം. അല്ലെങ്കിൽ നഖത്തിനടിയിലെ അടിഞ്ഞുകൂടുന്ന അഴുക്കുകൾ ഭക്ഷണത്തോടൊപ്പം ശരീരത്തിനുള്ളിലെത്തും. അപ്പോൾ എന്താണ്, കൂട്ടുകാരോട് എപ്പോഴും പറയാറുണ്ടല്ലേ നഖം വെട്ടി വൃത്തിയാക്കണമെന്ന്. കാരണം നമ്മുടെ നഖത്തിനടിയിൽ അടിഞ്ഞുകൂടുന്ന അഴുക്കുകൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഭക്ഷണത്തിനോടൊപ്പം ശരീരത്തിനുള്ളിലെത്തും. എന്നിട്ട് അത് നമുക്ക് കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാക്കുക അല്ലേ. കുട്ടികളുടെ മറ്റു സംശയങ്ങൾക്ക് ഡോക്ടർ നൽകിയ ഉത്തരങ്ങൾ കൂടി അലൻ തൻ്റെ ബുക്കിൽ എഴുതിയിരുന്നു. അത് നമുക്ക് വായിക്കാം. അപ്പോൾ എന്താണ്, ഇനിയും കുട്ടികളുടെ സംശയങ്ങൾ അലൻ നോട്ടിൽ എഴുതിയിട്ടുണ്ടല്ലേ. അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം. വൃത്തിയില്ലാത്തതോ അഴുക്കു പുരണ്ടതോ നനഞ്ഞതോ ആയ വസ്ത്രങ്ങൾ ധരിക്കരുത്. ഇവയിൽ രോഗാണുക്കൾ വളരും. അങ്ങനെ ചൊറി, ചുണങ്ങ് തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകും. രാവിലെ ഭക്ഷണത്തിനു മുമ്പും രാത്രിയിൽ ഭക്ഷണത്തിനു ശേഷവും പല്ലുകൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കണം. അല്ലെങ്കിൽ പല്ലുകൾക്ക് കേടുവരാം. അപ്പോൾ എന്താണ്, വൃത്തിയില്ലാത്തതോ അഴുക്കു പുരണ്ടതോ അല്ലെങ്കിൽ നനഞ്ഞതോ ആയ വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കരുത്. അവയിൽ രോഗാണുക്കൾ വളരും. അങ്ങനെ ചൊറി, ചുണങ്ങ് തുടങ്ങിയ രോഗങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെ രാവിലെ ഭക്ഷണത്തിന് മുമ്പും രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷവും നമ്മൾ പല്ലുകൾ നന്നായി ബ്രഷ് ചെയ്ത് വൃത്തിയാക്കണം. അല്ലെങ്കിൽ നമ്മുടെ പല്ലുകൾക്ക് കേടുവരുമല്ലേ. അടുത്തത്, മാസ്ക് ധരിക്കുന്നത് എന്തിനാണ് എന്ന സംശയത്തിനുള്ള ഉത്തരം അലൻ എഴുതാൻ വിട്ടുപോയി. അലനെ സഹായിക്കാമോ? അപ്പോൾ എന്തിനാണ് നമ്മൾ മാസ്ക് ധരിക്കുന്നത്? ഉത്തരം, വായുവിലും അന്തരീക്ഷത്തിലും എല്ലാം രോഗാണുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ ശ്വസിക്കുമ്പോൾ ആ രോഗാണുക്കൾ ശരീരത്തിലേക്ക് കടക്കാതിരിക്കാനാണ് നാം മാസ്ക് ധരിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്ക് ധരിക്കുന്നത്. അടുത്തതാണ് വൃത്തിയുള്ള പല്ലുകൾ. പല്ലുകൾ വൃത്തിയാക്കേണ്ടതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ പല്ലു തേക്കൽ ശരിയായ രീതിയിലാണോ? ചിത്രം നിരീക്ഷിക്കൂ. അപ്പോൾ കൂട്ടുകാരുടെ പല്ലു തേക്കൽ ശരിയായ രീതിയിലാണോ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് താഴെ ചിത്രം നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെന്താണ് പറയുന്നത്? ആദ്യം തന്നെ ബ്രഷ് ചരിച്ചു പിടിക്കുക. ആദ്യം നമ്മൾ ബ്രഷ് ചരിച്ചു പിടിച്ചിട്ടാണ് പല്ല് തേക്കേണ്ടത്. മുൻപോട്ടും പിൻപോട്ടും ബ്രഷ് ചെയ്യുക. അടുത്തത്, മുകൾ നിരയിലെ പല്ലുകൾ മുകളിൽ നിന്നും താഴോട്ടും കീഴ്നിരയിലെ പല്ലുകൾ താഴെ നിന്നും മുകളിലോട്ടും ബ്രഷ് ചെയ്യുക. അതായത് മുകൾ നിരയിലെ പല്ലുകൾ മേലെ നിന്ന് താഴേട്ടും അതേപോലെ കീഴ്നിരയിലെ പല്ലുകൾ നമ്മൾ കീഴെ നിന്ന് മുകളിലോട്ടുമാണ് ബ്രഷ് ചെയ്യേണ്ടത്. ചവയ്ക്കാൻ ഉപയോഗിക്കുന്ന പല്ലുകളുടെ പ്രതലം മുന്നോട്ടും പിന്നോട്ടും നന്നായി ബ്രഷ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചവയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന പല്ലുകൾ നന്നായിട്ട് തന്നെ അതിൻ്റെ പ്രതലം മുന്നോട്ടും പിന്നോട്ടും ബ്രഷ് ചെയ്യണം. പല്ലുകളുടെ അകവശവും ബ്രഷ് ചെയ്യുക. നമ്മൾ പല്ലുകളുടെ മുൻവശം മാത്രമല്ല അകവശവും ബ്രഷ് ചെയ്യുമ്പോൾ ബ്രഷ് ചെയ്യേണ്ടതുണ്ട്. ബ്രഷ് ഉപയോഗിച്ച് തന്നെ നാവും വൃത്തിയാക്കുക. നാവും നമ്മൾ വൃത്തിയാക്കേണ്ടതുണ്ട്, പല്ലുകൾ മാത്രമല്ല. അപ്പോൾ ബ്രഷ് ഉപയോഗിച്ച് നാവുകളും വൃത്തിയാക്കണം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ബ്രഷ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെയാണോ കൂട്ടുകാർ ബ്രഷ് ചെയ്യുന്നത് എന്നൊന്ന് കൂട്ടുകാർ നോക്കി നോക്കൂട്ടോ. അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഇതുപോലെ തന്നെ കൂട്ടുകാർ ബ്രഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പല്ലു തേക്കലിൻ്റെ ശരിയായ രീതി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. അപ്പോൾ ക്ലാസ്സിൽ അവതരിപ്പിക്കാനും പറയുന്നുണ്ട്. അടുത്തതാണ് വൃത്തിയുള്ള ശരീരം. ശരീരം വൃത്തിയാക്കുന്നതിന് കുളി അത്യാവശ്യമാണ്. നിങ്ങൾ കുളിക്കുന്ന രീതി ആംഗ്യത്തിലൂടെ അവതരിപ്പിക്കാമോ? കുളിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ എന്താണ്, ശരീരം വൃത്തിയാക്കുന്നതിന് നമ്മൾ കുളിക്കണമല്ലേ. കുളിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരവും വൃത്തിയാവുകയുള്ളൂ. അപ്പം നിങ്ങൾ കുളിക്കുന്ന രീതി ആംഗ്യത്തിലൂടെ നിങ്ങളുടെ ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ പറയുന്നുണ്ട്. കുളിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എല്ലാ ദിവസവും കുളിക്കണം. എല്ലാ ദിവസവും കുളിക്കാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കണം. ശരീരഭാഗങ്ങൾ നന്നായി സോപ്പിട്ട് കഴുകി വൃത്തിയാക്കണം. അടുത്തത്, മലിനമായ വെള്ളത്തിൽ കുളിക്കരുത്. അതായത് ശുദ്ധമായ വെള്ളത്തിൽ തന്നെ കുളിക്കണം. നമ്മൾ ചളിവെള്ളത്തിലൊന്നും കുളിക്കാൻ പാടില്ല കേട്ടോ. ശരീരം തോർത്തുന്നതിനായി ഉണങ്ങിയതും വൃത്തിയുള്ളതുമായ തോർത്ത് ഉപയോഗിക്കണം. മറ്റുള്ളവരുടെ തോർത്ത് ഉപയോഗിക്കാതിരിക്കണം. അപ്പോൾ നമുക്ക് സ്വന്തമായി തന്നെ ഒരു തോർത്ത് എപ്പോഴും നമ്മൾ കരുതി വെക്കണം അല്ലേ. ഉപയോഗത്തിനു ശേഷം തോർത്ത് കഴുകി ഉണക്കി സൂക്ഷിക്കണം. കൈ കഴുകൽ
പല്ലു തേക്കൽ, കുളി എന്നിവയുടെ ശരിയായ രീതികൾ മനസ്സിലായല്ലോ. ശുചിത്വശീലങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ വീട്ടിലുള്ളവരുമായി ചർച്ച ചെയ്യുമല്ലോ. അപ്പോൾ കൂട്ടുകാർ പല്ലു തേക്കുന്നത് എങ്ങനെയാണ്, കൈ കഴുകേണ്ടത് എങ്ങനെയാണ്, കുളിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് കൂട്ടുകാർക്ക് ശരിയായ രീതികൾ മനസ്സിലായില്ലേ? അപ്പോൾ ശുചിത്വശീലവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയ ഈ കാര്യങ്ങളൊക്കെ വീട്ടിലുള്ളവരുമായിട്ട് കൂട്ടുകാരൊന്ന് ചർച്ച ചെയ്യുന്നു നോക്കൂട്ടോ. വ്യക്തി ശുചിത്വം പാലിച്ചില്ലെങ്കിൽ പലവിധ രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. വയറിളക്കം, ജലദോഷം, ചൊറി, ചുണങ്ങ് തുടങ്ങിയവ അവയിൽ ചിലതാണ്. ശുചിത്വം പാലിച്ചാൽ പല രോഗങ്ങളെയും അകറ്റി നിർത്താം. അപ്പോൾ എന്താണ്, വ്യക്തി ശുചിത്വം പാലിച്ചില്ലെങ്കിൽ പലവിധ രോഗങ്ങൾ പിടിപെടാൻ നമുക്ക് സാധ്യതയുണ്ടല്ലേ. അപ്പോൾ ആ രോഗങ്ങളാണ് വയറിളക്കം, ജലദോഷം, ചൊറി, ചുണങ്ങ് തുടങ്ങിയ പോലെയുള്ള രോഗങ്ങളെല്ലാം നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശുചിത്വം പാലിച്ചാൽ പല രോഗങ്ങളെയും നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കും അല്ലേ. അടുത്തതാണ് വ്യക്തി ശുചിത്വത്തിനായി ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ. എന്തൊക്കെ തീരുമാനങ്ങളാണ് കൂട്ടുകാർ വ്യക്തി ശുചിത്വത്തിനായിട്ട് എടുത്തിട്ടുള്ളത്? അതാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ചെണ്ണം നോക്കാം അല്ലേ. എൻ്റെ ശുചിത്വം എൻ്റെ ഉത്തരവാദിത്തം എന്നവിടെ നടുവിൽ കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? കൈകൾ ഇടയ്ക്കിടയ്ക്ക് സോപ്പിട്ട് കഴുകും, എല്ലാ ദിവസവും കുളിക്കും, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നഖം മുറിക്കും, ദിവസവും രാവിലെയും രാത്രിയും പല്ല് തേക്കും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് വ്യക്തി ശുചിത്വത്തിൻ്റെ ഭാഗമായിട്ട് എഴുതാൻ പറ്റുമല്ലേ. അപ്പോൾ വ്യക്തി ശുചിത്വത്തിൻ്റെ പോലെ തന്നെ നമ്മുടെ പരിസരവും ശുചിത്വമുള്ളതായി സൂക്ഷിക്കണം. അപ്പോൾ നമുക്ക് ഇനി മുതൽ പരിസര ശുചിത്വത്തെക്കുറിച്ച് നോക്കാം. നമുക്കൊരു നാടകം കളിക്കാം. കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? മണിയൻ ഈച്ച, കടുവ, കൊതുക്, ചെണ്ടനെലി. അപ്പോൾ നമുക്കൊരു നാടകം നോക്കിയാലോ. രംഗം 1. ഈച്ചയും കൊതുകും കണ്ടുമുട്ടുന്നു. കൊതുക് എന്താ പറയുന്നത്? ഹലോ മിസ്റ്റർ മണിയൻ, എന്നെ പരിചയമുണ്ടോ? അപ്പോൾ എന്താണ് ഈച്ച പറയുന്നത്? ഹ ഹ ഹ, പരിചയമുണ്ടോന്നോ? ചേട്ടൻ മനുഷ്യരുടെ രക്തം കുടിക്കുന്ന വീരനല്ലേ? നിരവധി രോഗങ്ങൾ പരത്തുന്ന ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം എന്ന് പറയുന്നുണ്ടല്ലേ ഈച്ച. കൊതുക് എന്താ പറയുന്നത്? അതെ ഞാൻ കാരണം മനുഷ്യർക്ക് ചിക്കുൻ ഗുനിയ, ഡെങ്കിപ്പനി, മലേറിയ, മന്ത് തുടങ്ങിയ രോഗങ്ങൾ പകരുന്നു. അതെനിക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എന്തു ചെയ്യും? അപ്പോൾ എന്താണ് കൊതുക് മൂലം മനുഷ്യർക്ക് പകരുന്ന രോഗങ്ങളെല്ലാം ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, മലേറിയ, മന്ത് തുടങ്ങിയ രോഗങ്ങളൊക്കെ പരത്തുന്നത് ആരാണ്? കൊതുകാണല്ലേ. ഈച്ച എന്താ പറയുന്നത്? ചേട്ടൻ എവിടെയാണ് താമസം എന്ന് ഈച്ച ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൊതുക് പറയുന്നുണ്ട്, ഈ നഗരത്തിൽ തന്നെ അഴുക്കു ചാലിനരികെ മാലിന്യം കുന്നുകൂടി കിടക്കുന്ന വീടില്ലേ, അവിടെ അഴുക്കുവെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ അവിടെ മുട്ടയിട്ട് പെരുകി സ്ഥലം കൈയടക്കി. അപ്പോൾ എന്താണ്, അഴുക്കുചാലിലെല്ലാം ആണല്ലേ താമസിക്കുന്നത്. ഇതുപോലെ ഈച്ചയും എലിയും എന്താവും പറയാനുണ്ടാവുക. അപ്പോൾ ഇതുപോലെ ഈച്ചയും എലിയും തമ്മിൽ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്ന് നമുക്കൊന്ന് എഴുതി നോക്കാൻ പറയുന്നുണ്ട്. അവരുടെ സംഭാഷണം കൂടി കൂട്ടിച്ചേർത്ത് നാടകം പൂർത്തിയാക്കിയ നാടകം ക്ലാസ്സിൽ അവതരിപ്പിക്കൂ എന്ന് പറയുന്നുണ്ടല്ലേ. ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾ ആരെല്ലാമാണ്? അവ പെരുകുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാമാണ്? അവ മനുഷ്യർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? ഇതെല്ലാം നമ്മളോട് എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഈച്ചയും എലിയും എന്താവും പറഞ്ഞിട്ടുണ്ടാവുക എന്ന് നോക്കാം. ഈച്ച: ഞാനും നിന്നെ പോലെ തന്നെ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിലാണ് വളരുന്നത്. വൃത്തിഹീനമായ സ്ഥലങ്ങളിൽ ഇരുന്ന് ഞാൻ മനുഷ്യർക്ക് കഴിക്കാനുള്ള നല്ല ഭക്ഷണങ്ങളിൽ ചെന്നിരുന്ന് അവർക്ക് അസുഖങ്ങൾ വരുത്തും. വയറിളക്കവും ഛർദിയും ഒക്കെ അങ്ങനെയാണ് വരുന്നത്. കൊതുക് എന്താ പറയുന്നത്? നീ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് എലിയോട് ചോദിക്കുന്നുണ്ടല്ലേ. അപ്പോൾ എലി എന്ത് പറയുന്നുണ്ട്? എന്ത് പറയാനാ, ആളുകൾ മാലിന്യങ്ങൾ കൊന്നു കൂട്ടിയിടുന്നത് കൊണ്ട് ഞാനും അങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നു. എൻ്റെ പേരിൽ ഒരു അസുഖം തന്നെയുണ്ട്, എലിപ്പനി വന്നാൽ പിന്നെ അവർക്ക് മരണം വരെ സംഭവിക്കാവുന്നതാണ്. അക്കാര്യത്തിൽ എനിക്ക് വലിയ സങ്കടമുണ്ട്. അടുത്തത്, ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾ ആരെല്ലാമാണെന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. ആരൊക്കെയാണ്? ഈച്ച, കൊതുക്, എലിയൊക്കെയാണല്ലേ. അവ പെരുകുന്ന സാഹചര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിക്കുന്നുണ്ട്. കെട്ടിക്കിടക്കുന്ന വെള്ളം, കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങളിൽ നിന്നെല്ലാമാണല്ലേ അവ പെരുകുന്നത്. അടുത്തത്, അവ മനുഷ്യർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിക്കുന്നുണ്ട്. വയറിളക്കം, എലിപ്പനി, ഛർദി, മലേറിയ പോലെയുള്ള രോഗങ്ങളാണല്ലേ അവർ മനുഷ്യർക്കുണ്ടാകുന്നത്. അടുത്തത്, ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മുടെ വീടും പരിസരവും വൃത്തിയുള്ളതായിരിക്കണം. വൃത്തിയില്ലാത്ത ഇടങ്ങളിലാണ് കൊതുക്, ഈച്ച, എലി മുതലായവ പെരുകുന്നത്. ഇത്തരം ജീവികൾ പെരുകുന്നതാണ് പല രോഗങ്ങളും പടരാൻ കാരണമാകുന്നത്. വ്യക്തി ശുചിത്വം പോലെ തന്നെ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മുടെ വീടും പരിസരവും വൃത്തിയുള്ളതായി നമ്മൾ സൂക്ഷിക്കണം. ഇങ്ങനെ വൃത്തിയില്ലാത്ത ഇടങ്ങളിൽ നിന്നാണ് കൊതുക്, ഈച്ച, എലി മുതലായവയെല്ലാം പെരുകുന്നത്. ഇത്തരം ജീവികൾ പെരുകുന്നതാണ് പല രോഗങ്ങളും പടരാൻ കാരണമാകുന്നത് അല്ലേ. ഇവിടെ നമുക്കൊരു പോസ്റ്റർ തന്നിട്ടുണ്ടല്ലേ. പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ വാർഡുകളിലും ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ നടത്തി. പഞ്ചായത്തിലെ ചില വാർഡുകളിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തതിനാൽ രോഗാണു
വാഹകരായ കൊതുകുകൾ പെരുകുന്നത് തടയുന്നതിനാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അപ്പോൾ എന്താണ്, പത്രവാർത്തയാണ് അവിടെ നൽകിയിട്ടുള്ളത്. പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ വാർഡുകളിലും ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ നടത്തിയല്ലേ. അപ്പോൾ എന്താണ് ഡ്രൈ ഡേ എന്ന് നമുക്ക് നോക്കാം. വാർത്ത വായിച്ചല്ലോ. എന്താണ് ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നൽകിയിരിക്കുന്ന വിവരണം വായിക്കൂ. അപ്പോൾ എന്താണ് ഡ്രൈ ഡേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഡ്രൈ ഡേ നമ്മുടെ പരിസരത്ത് ഉപേക്ഷിക്കപ്പെട്ട പാത്രങ്ങൾ, ചിരട്ട, ടയർ, കുപ്പിയുടെ അടപ്പ്, കളിപ്പാട്ടങ്ങൾ തുടങ്ങി വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള ധാരാളം വസ്തുക്കളുണ്ട്. ഇവയിൽ കൊതുകുകൾ മുട്ടയിടാൻ സാധ്യതയുണ്ട്. 8 ദിവസം കൊണ്ട് മുട്ട വിരിഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തും. അതിനാൽ ഓരോ 7 ദിവസവും ഇത്തരം വസ്തുക്കളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം മറിച്ചു കളയുകയും വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ നീക്കം ചെയ്യുകയും വേണം. ഈ ശുചീകരണ പ്രവർത്തനമാണ് ഡ്രൈ ഡേ. അപ്പോൾ എന്താണ് ഡ്രൈ ഡേ? നമ്മുടെ പരിസരത്തെല്ലാം കിടക്കുന്ന ഒരുപാട് വേസ്റ്റുകളിൽ കൊതുക് മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുണ്ടല്ലേ. അപ്പോൾ എത്ര ദിവസം കൊണ്ടാണ് കൊതുക് മുട്ടയിട്ട് പെരുകുന്നത്? 8 ദിവസം കൊണ്ടാണല്ലേ. അപ്പോൾ അതിനാൽ ഓരോ 7 ദിവസങ്ങളിലും ഇത്തരം വസ്തുക്കളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം മറിച്ചു കളയുകയും വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ നീക്കം ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡ്രൈ ഡേ എന്ന് വിളിക്കുന്നത്. അതായത് ശുചീകരണ പ്രവർത്തനമാണ് ഡ്രൈ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പരിസരത്തുള്ള വാർഡുകളിലും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെല്ലാം ആഴ്ചയിൽ ഒരു ദിവസം നമ്മളൊരു ഡ്രൈ ഡേ ആയിട്ട് ആഘോഷിക്കാറുണ്ട് അല്ലേ. കൂട്ടുകാരുടെ സ്കൂളിൽ ആഘോഷിക്കാറുണ്ടോ? എന്നിട്ട് നമ്മൾ പരിസരത്തും അതുപോലെ നമ്മുടെ സ്കൂളിൻ്റെ പരിസരത്തെല്ലാം എല്ലാ സാധനങ്ങളും നമ്മൾ വൃത്തിയാക്കാറുണ്ടല്ലേ. സ്കൂളും പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിച്ചാലും നമുക്ക് വൃത്തിയുള്ള ആരോഗ്യം നേടാൻ സാധിക്കും. അടുത്തതാണ് ജലത്തിലൂടെയും രോഗം പകരാം. പരിസര പ്രദേശങ്ങളിൽ കെട്ടിക്കിടക്കുന്ന മലിന ജലത്തിലൂടെയും ശുദ്ധമല്ലാത്ത കുടിവെള്ളത്തിലൂടെയും രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ പരിസരത്തൊക്കെ ഈ ചിരട്ടകളിലൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള വെള്ളത്തിൽ നിന്നെല്ലാം നമുക്ക് രോഗം പകരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുടിവെള്ളത്തിലൂടെയും നമുക്ക് രോഗം വരാൻ സാധ്യതയുണ്ട്. വയറിളക്കം, മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങൾ ജലത്തിലൂടെ പകരാറുണ്ട്. അപ്പോൾ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? വയറിളക്കം, മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങളൊക്കെയാണ് ജലത്തിലൂടെ പകരുന്നത്. ഈ രോഗങ്ങൾ വരാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കാം? അപ്പോൾ എന്തൊക്കെ മുൻകരുതലുകളാണ് നമുക്ക് ഈ ജലത്തിലൂടെ വരുന്ന രോഗങ്ങൾ തടയാനായിട്ട് എടുക്കാൻ സാധിക്കുന്നത്? ഒന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. കുടിക്കാൻ തിളപ്പിച്ചാറിയ ജലം ഉപയോഗിക്കുക. പിന്നെ എന്തൊക്കെ മുൻകരുതലുകളാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്? പരിസരത്തും മറ്റുമായി കെട്ടിക്കിടക്കുന്ന ജലം ഒഴിവാക്കുക. പിന്നെ കിണറുകൾ വലയിട്ട് മൂടുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. പാനീയ ചികിത്സ. വയറിളക്ക രോഗങ്ങൾ ഉണ്ടായാൽ നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുന്നു. നഷ്ടപ്പെട്ട ജലാംശം ശരീരത്തിന് തിരിച്ചു നൽകണം. ഇതിനായി താഴെ പറയുന്നവ രോഗിക്ക് കൊടുക്കാം. ഉപ്പിട്ട കഞ്ഞിവെള്ളം, ഉപ്പും പഞ്ചസാരയും ചേർത്ത നാരങ്ങ വെള്ളം, ഉപ്പിട്ട സംഭാരം, കരിക്കിൻ വെള്ളം. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന ORS തിളപ്പിച്ചാറിയ ജലത്തിൽ കലക്കി ഇടയ്ക്കിടയ്ക്ക് നൽകുകയും ചെയ്യണം. വയറിളക്കം രോഗങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ കേട്ടോ. അടുത്തതാണ് എൻ്റെ വിദ്യാലയം ശുചിത്വ വിദ്യാലയം. ഈ വിദ്യാലയത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? അപ്പോൾ നമുക്ക് താഴെ ഒരു വിദ്യാലയത്തിൻ്റെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ആ വിദ്യാലയം നല്ല വൃത്തിയുള്ളതും ഭംഗിയുള്ളതുമായ ഒരു വിദ്യാലയമാണ്. നമ്മുടെ വിദ്യാലയം വൃത്തിയുള്ളതാണോ? വിലയിരുത്താം. അപ്പോൾ നമ്മുടെ വിദ്യാലയം വൃത്തിയുള്ളതാണോ എന്ന് നമ്മളോട് വിലയിരുത്താനായിട്ട് പറയുന്നുണ്ട്. അതിനായി നമുക്കൊരു പട്ടിക തന്നിട്ടുണ്ട് അല്ലേ. എൻ്റെ വിദ്യാലയം എന്ന് പറയുന്ന ഒരു പട്ടിക തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ ശരിയോ തെറ്റോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ശരിയാണെങ്കിൽ ആ ഒരു ബോക്സിൽ നമ്മൾ ശരി എന്നിടുക, ഇല്ലെങ്കിൽ നമ്മൾ തെറ്റ് എന്നിടുക. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. വിദ്യാലയ പരിസരം. ആദ്യം വിദ്യാലയ പരിസരത്തിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ചപ്പുചവറുകൾ കൂടിക്കിടക്കുന്നില്ല, ഇല്ലെങ്കിൽ ശരിയിടുക, ഉണ്ടെങ്കിൽ തെറ്റിടണം കേട്ടോ. വെള്ളം കെട്ടിക്കിടക്കുന്നില്ല, അതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളില്ല, മാലിന്യങ്ങളെ തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിനുള്ള മാലിന്യ കൂടങ്ങൾ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ കൂട്ടുകാരൊന്ന് ശരിയിടണം, ഇല്ലെങ്കിൽ തെറ്റിടണം കേട്ടോ. അടുത്തത് നമ്മുടെ ക്ലാസ് മുറിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മാറാല അല്ലെങ്കിൽ ചപ്പുചവറുകൾ എന്നിവയില്ല. ചാർട്ടുകൾ പോലുള്ള പഠനോപകരണങ്ങൾ പൊടി പിടിച്ചതല്ല. മാലിന്യങ്ങളെ തരംതിരിച്ചു നിക്ഷേപിക്കുന്നതിനുള്ള മാലിന്യ കൂടങ്ങളുണ്ട്. അടുത്തത് പാചകപ്പുരയിലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പാത്രങ്ങൾ വൃത്തിയുള്ളതാണ്, മലിനജലം കെട്ടിക്കിടക്കുന്നില്ല, ഭക്ഷണാവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നില്ല. അതുപോലെ മൂത്രപ്പുര അല്ലെങ്കിൽ കക്കൂസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വൃത്തിയുള്ളതാണ്, ആവശ്യത്തിന് വെള്ളം ലഭ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കൂളിലുണ്ടോ എന്ന് കൂട്ടുകാർ നോക്കുക. എന്നിട്ട് കൂട്ടുകാർക്ക് ചെയ്യാനുള്ള ഒരു വർക്കാണ് ഇത്. അപ്പോൾ കൂട്ടുകാർ ഇതെല്ലാം നിരീക്ഷിച്ച് ഇതിന് ശരിയോ തെറ്റോ ഇട്ട് നോക്കൂ കേട്ടോ.
വിദ്യാലയത്തിലെ മറ്റു സ്ഥലങ്ങളായ മൈതാനം, കൈ കഴുകുന്ന ഇടങ്ങൾ, ഉദ്യാനം എന്നിവ നിരീക്ഷിക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ പട്ടികയിൽ കൂട്ടിച്ചേർക്കാം? പട്ടിക പൂർത്തിയാക്കി കണ്ടെത്തലുകൾ അവതരിപ്പിക്കൂ. പിന്നെ നമുക്ക് മൈതാനത്തിൽ പിന്നീട് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഗ്രൗണ്ടിൽ കിടക്കുന്നില്ല, കായിക ഉപകരണങ്ങൾ വൃത്തിയുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മൈതാനത്ത് ശ്രദ്ധിക്കാൻ പറ്റുന്നതാണല്ലേ. പിന്നെ ഉദ്യാനത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും? മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്നില്ല, ഇലകളും മറ്റും അടിച്ചു വാരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മൈതാനത്തും അതേപോലെ ഉദ്യാനത്തും എല്ലാം നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നത്. അടുത്തതാണ്, നമ്മുടെ സ്കൂൾ പരിസരത്ത് എവിടെയെല്ലാമാണ് കൂടുതൽ മാലിന്യങ്ങൾ കാണപ്പെടുന്നത്? അതിൻ്റെ ആൻസർ കൂട്ടുകാർ തന്നെ എഴുതണം. കാരണം കൂട്ടുകാരുടെ ആ പട്ടികയിൽ കൂട്ടുകാരുടെ സ്കൂളിൻ്റെ പരിസരത്ത് എവിടെയാണ് കൂടുതൽ മാലിന്യം കാണുന്നത് എന്നുള്ളത് അവിടെ എഴുതി കൊടുക്കണം കേട്ടോ. സ്കൂളിൻ്റെ രേഖാചിത്രം തയ്യാറാക്കി കൂടുതൽ മാലിന്യമുള്ള സ്ഥലങ്ങൾ ചുവപ്പ് നിറത്തിലും കുറഞ്ഞ മാലിന്യമുള്ള സ്ഥലങ്ങൾ മഞ്ഞ നിറത്തിലും വൃത്തിയുള്ള സ്ഥലങ്ങൾ പച്ച നിറത്തിലും രേഖപ്പെടുത്തൂ. അപ്പോൾ ഇത് കൂട്ടുകാർക്കുള്ളൊരു വർക്കാണ്. നിങ്ങളുടെ സ്കൂളിൻ്റെ ഒരു രേഖാചിത്രം, സ്കൂളിൻ്റെ ഒരു മോഡലാണ് തയ്യാറാക്കേണ്ടത്. ഇത് കൂട്ടുകാർക്ക് വരച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. അവ കൂടുതൽ മാലിന്യമുള്ള സ്ഥലങ്ങൾ ചുവപ്പ് നിറത്തിൽ അടയാളപ്പെടുത്തുക, കുറഞ്ഞ മാലിന്യമുള്ള സ്ഥലങ്ങൾ മഞ്ഞ നിറത്തിലും അതേപോലെ വൃത്തിയുള്ള സ്ഥലങ്ങൾ പച്ച നിറത്തിലുമാണ് കൂട്ടുകാർ അതിൽ അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ കൂട്ടുകാരൊന്നൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. വിദ്യാലയത്തെ കൂടുതൽ വൃത്തിയുള്ളതാക്കുന്നതിന് ഇനിയും എന്തെല്ലാം ചെയ്യാനാവും എന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ശുചീകരണ പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കാളികളാകാം. അപ്പോൾ സ്കൂളിലെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ കൂട്ടുകാർ പങ്കെടുക്കാറുണ്ടോ? ഇല്ലെങ്കിൽ അതിൽ പങ്കാളികളാവണേ. അടുത്തതാണ്, മാലിന്യങ്ങളെ തരംതിരിക്കാം. സ്കൂളിൽ മാലിന്യങ്ങളെ തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിന് വേണ്ടി മാലിന്യകൂടങ്ങൾ വെച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ കൂട്ടുകാർ നിങ്ങളുടെ സ്കൂളിലെ മാലിന്യങ്ങൾ തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിനായിട്ട് അവിടെ മാലിന്യകൂടങ്ങൾ വെച്ചിട്ടുള്ളത് കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ? പലതരത്തിലുള്ള പല മാലിന്യങ്ങളും പലതരത്തിലുള്ള കൂടങ്ങളിലാണല്ലേ നമ്മൾ നിക്ഷേപിക്കേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഈ ഒരു ചിത്രത്തിൽ 3 മാലിന്യ കൂടങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ് ആ മാലിന്യ കൂടങ്ങളുമേ എഴുതിയിട്ടുള്ളത്? അജൈവ മാലിന്യം മഞ്ഞ നിറത്തിലാണ് തന്നിട്ടുള്ളത്. ജൈവ മാലിന്യം നമുക്ക് പച്ച നിറത്തിൽ തന്നിട്ടുണ്ട്. അപകടകരമായ മാലിന്യം എന്നുള്ളത് നമുക്ക് ചുവപ്പ് നിറത്തിൽ തന്നിട്ടുണ്ട് അല്ലേ. എല്ലാ മാലിന്യങ്ങളും ഒരു പാത്രത്തിൽ ഇട്ടാൽ പോരെ? അപ്പോൾ അവിടെ കുട്ടി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ തരം തിരിച്ച് നമ്മൾ മാലിന്യങ്ങൾ ഇടുന്നത്? എല്ലാ മാലിന്യങ്ങളും നമ്മൾ ഒരു പാത്രത്തിൽ തന്നെ ഇട്ടാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. എന്തുകൊണ്ടായിരിക്കും എല്ലാ മാലിന്യങ്ങളും ഒരുമിച്ചിടാത്തത്? എന്തുകൊണ്ടായിരിക്കും കൂട്ടുകാരെ എല്ലാ മാലിന്യങ്ങളും നമ്മൾ ഒരുമിച്ചിടാത്തത്? എന്തുകൊണ്ടാണെന്ന് നോക്കാം. മണ്ണിൽ അഴുകി ചേരുന്നതും അല്ലാത്തതുമായ മാലിന്യങ്ങളുണ്ട്. ഭക്ഷണത്തിൻ്റെയും പച്ചക്കറികളുടെയും അവശിഷ്ടങ്ങൾ പോലുള്ള അഴുകുന്ന വസ്തുക്കളെ ജൈവ മാലിന്യങ്ങളെന്നും പ്ലാസ്റ്റിക് പോലുള്ള അഴുകാത്ത വസ്തുക്കളെ അജൈവ മാലിന്യങ്ങളെന്നും പറയുന്നു. അപ്പോൾ എന്താണ്? 2 തരത്തിലുള്ള മാലിന്യങ്ങളുണ്ടല്ലേ. മണ്ണിൽ അഴുകി ചേരുന്നതും അല്ലാത്തതുമായ മാലിന്യങ്ങളുണ്ട്. ഭക്ഷണത്തിൻ്റെയും പച്ചക്കറിയുടെയും അവശിഷ്ടങ്ങൾ പോലുള്ള വസ്തുക്കളെല്ലാം നമുക്ക് ജൈവ മാലിന്യങ്ങൾ, അതായത് അതൊക്കെ അഴുകുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ജൈവ മാലിന്യങ്ങൾ എന്ന് പറയാം. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പോലുള്ള അഴുകാത്ത വസ്തുക്കളെ നമുക്ക് അജൈവ മാലിന്യങ്ങൾ എന്നും പറയുന്നുണ്ട് അല്ലേ. ഇലക്ട്രോണിക് അവശിഷ്ടങ്ങൾ, ഉപയോഗശൂന്യമായ മരുന്നുകൾ, ബൾബുകൾ തുടങ്ങിയവയാണ് അപകടകരമായ മാലിന്യങ്ങൾ. അപ്പോൾ ആ ഒരു ചുവപ്പ് കൂടം നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അതിൽ നമ്മൾ അപകടകരമായ മാലിന്യങ്ങളാണ് ഇടുന്നത്. അപ്പോൾ അതെന്താണ്? ഇലക്ട്രോണിക് അവശിഷ്ടങ്ങൾ, ഉപയോഗശൂന്യമായ മരുന്നുകൾ, ബൾബുകളൊക്കെയാണല്ലേ അപകടകരമായ മാലിന്യത്തിൽ നമ്മൾ ഇടേണ്ടത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ മാലിന്യങ്ങൾ ശേഖരിക്കുന്നത് കൂടങ്ങളിൽ ഇടേണ്ടത്. അടുത്തതായിട്ട്, ഭക്ഷണാവശിഷ്ടങ്ങളെ വളമാക്കാം. അപ്പോൾ ഭക്ഷണാവശിഷ്ടങ്ങളെ വളമാക്കുന്ന ഒരു കാര്യം നമുക്ക് നോക്കാം. വീട്ടിലും സ്കൂളിലും ഉണ്ടാകുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും? അപ്പോൾ നമ്മുടെ വീട്ടിലും സ്കൂളിലും ഒക്കെ ഉണ്ടാകുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം അല്ലേ. കമ്പോസ്റ്റ് കുഴി. പഴം, പച്ചക്കറി, മത്സ്യം, ഭക്ഷണാവശിഷ്ടങ്ങൾ തുടങ്ങിയ ജൈവ പാഴ്വസ്തുക്കൾ കുഴിയിൽ നിക്ഷേപിക്കുകയും മണ്ണിടുകയും ചെയ്യുക. 3-4 മാസം കൊണ്ട് പൂർണ്ണമായും വളമായി മാറിയിട്ടുണ്ടാകും. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? പഴം, പച്ചക്കറി, മത്സ്യം, ഭക്ഷണാവശിഷ്ടങ്ങൾ തുടങ്ങിയ ജൈവ പാഴ്വസ്തുക്കളൊക്കെ നമുക്കൊരു കുഴി ഉണ്ടാക്കിയിട്ട് ആ ഒരു കുഴിയിൽ നിക്ഷേപിക്കാം അല്ലേ. അത് മണ്ണിടുകയും ചെയ്യണം. എന്നിട്ട് 3-4 മാസം കൊണ്ട് പൂർണ്ണമായും അത് വളമായി മാറിയിട്ടുണ്ടാവും അല്ലേ. നമ്മുടെ വീട്ടിലും വിദ്യാലയത്തിലും അടുക്കള മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്തെല്ലാം എഴുതി നോക്കൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് കമ്പോസ്റ്റ് കുഴി ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലും വിദ്യാലയത്തിലും അടുക്കള മാലിന്യങ്ങൾ ഇതെല്ലാം മാർഗങ്ങളിലൂടെയാണ് സംസ്കരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ഉത്തരം ഞാൻ ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ വേസ്റ്റ് കൂടങ്ങളിൽ നിക്ഷേപിക്കുന്നു, കമ്പോസ്റ്റ് കുഴിയിൽ നിക്ഷേപിക്കുന്നു, അതുപോലെ തന്നെ പുനരുപയോഗം ചെയ്യുന്നു. അപ്പോൾ ഇത്രയൊക്കെ മാർഗങ്ങളിലൂടെയാണ് നമ്മുടെ വീടിലും വിദ്യാലയത്തിലും അടുക്കള മാലിന്യങ്ങൾ സംസ്കരിക്കുന്നത്.
അടുത്തതാണ് പ്ലാസ്റ്റിക് വലിച്ചെറിയരുതേ കത്തിക്കരുതേ, പ്ലാസ്റ്റിക് വസ്തുക്കൾ വലിച്ചെറിയരുതെന്ന് പഠിച്ചത് മറന്നോ. അപ്പോൾ എന്താണ് അവിടെ രണ്ട് കുട്ടികൾ പറയുന്നുണ്ട്. ഒരു കുട്ടി ബസ്സിൽ ഇരുന്നിട്ട് പ്ലാസ്റ്റിക് കുപ്പി വലിച്ചെറിയുകയാണല്ലേ. അപ്പോൾ മറ്റേ കുട്ടി എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? പ്ലാസ്റ്റിക് വസ്തുക്കൾ വലിച്ചെറിയരുതെന്ന് പഠിച്ചത് മറന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലെ കൂട്ടുകാരും പ്ലാസ്റ്റിക് വസ്തുക്കൾ വലിച്ചെറിയാറില്ലേ? അതൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, പ്ലാസ്റ്റിക് വസ്തുക്കൾ വലിച്ചെറിയരുതെന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നുണ്ടല്ലേ. അപ്പോൾ എന്തുകൊണ്ടൊക്കെയാണ് നമുക്ക് നോക്കാം. എന്തുകൊണ്ടൊക്കെയാണ്? പ്ലാസ്റ്റിക് മണ്ണിൽ ലയിക്കില്ല, ജീവജാലങ്ങൾക്ക് ദോഷകരമാണ്, മണ്ണിന് നാശം വരുത്തുന്നു, പ്ലാസ്റ്റിക് മണ്ണിൽ അലിയാൻ വർഷങ്ങൾ എടുക്കുന്നു. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ പ്ലാസ്റ്റിക് വസ്തുക്കൾ വലിച്ചെറിയരുത് എന്ന് പറയുന്നത്. അടുത്തതാണ് ചിത്രത്തിൽ എന്താണ് കാണുന്നത്? പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം ക്ലാസ്സിൽ ചർച്ച ചെയ്യൂ. അപ്പോൾ ചിത്രത്തിൽ പ്ലാസ്റ്റിക്കുകൾ കൂട്ടിയിട്ടിട്ട് കത്തിക്കുന്നത് കാണുന്നുണ്ടല്ലേ. അപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉത്തരം: പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ ആ പുക കലരുന്നു. ഇത് അന്തരീക്ഷ മലിനീകരണത്തിന് ഇടയാകുന്നു. മാത്രമല്ല ഈ പുക ശ്വസിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ മനുഷ്യരിലും മറ്റു ജീവജാലങ്ങളിലും ഉണ്ടാക്കുന്നു. പാതി കത്തിയ മാലിന്യങ്ങളുടെ ചാരം മഴവെള്ളം വഴി കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് എത്തുന്നു. അതുകൊണ്ട് കുടിവെള്ളവും മലിനമാകാൻ ഇത് ഇടയാകുന്നു. അപ്പോൾ ഇത്രയൊക്കെ പ്രശ്നങ്ങളാണ് പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മൂലമുണ്ടാകുന്നത്. അടുത്തതാണ് പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തിലെ ഒഴിവാക്കാനാവാത്ത ഒരു വസ്തുവായി മാറിയിരിക്കുന്നു. എന്നാൽ അവ ചുറ്റുപാടിലേക്ക് വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്താൽ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും. ഒറ്റ തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ എന്നിവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പരിസരത്തേക്ക് വലിച്ചെറിയാതെ തരംതിരിച്ച് ഇവ സംസ്കരിക്കുന്നതിനായി ശേഖരിക്കുന്നവർക്ക് കൈമാറണം. അപ്പോൾ എന്താണ്? പ്ലാസ്റ്റിക് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്ത ഒരു വസ്തുവായി മാറിയിരിക്കുകയാണല്ലേ. എന്നാൽ അവ ചുറ്റുപാടിലേക്ക് വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്താൽ പല ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് തന്നെ ഉണ്ടാകും. ഒറ്റ തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ എന്നിവയുടെ ഉപയോഗം നമ്മൾ പരമാവധി കുറയ്ക്കണം. നമ്മൾ വീണ്ടും സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ നമ്മൾ ഒഴിവാക്കുക. തുണിസഞ്ചികൾ പോലെയുള്ളത് നമുക്കിപ്പോൾ ലഭ്യമാണല്ലേ. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പരിസരത്തേക്ക് വലിച്ചെറിയാതെ അത് തരംതിരിച്ച് അവ സംസ്കരിക്കുന്നതിനായി ശേഖരിക്കുന്നവർക്ക് കൈമാറണം. നമ്മുടെ വീടുകളിലെല്ലാം ഹരിതകർമ്മസേന അംഗങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ അവർക്ക് നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് എല്ലാം തരംതിരിച്ച് സംസ്കരിക്കുന്നതിനായിട്ട് അവർക്ക് കൈമാറുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ മാലിന്യങ്ങൾ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പാഠഭാഗം വരുന്നത്. ഇനി നമുക്ക് വിലയിരുത്താം എന്നതിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? താഴെ പറയുന്ന വസ്തുക്കൾ തരംതിരിച്ച് യോജിച്ച മാലിന്യ കൂടങ്ങളിൽ എഴുതി ചേർക്കൂ. PVC പൈപ്പ്, പഴം, കീടനാശിനി കുപ്പികൾ, പച്ചക്കറി അവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, പഴകിയ ബാറ്ററി, ഉപയോഗശൂന്യമായ ബൾബുകൾ, ഭക്ഷണ അവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് കവറുകൾ. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതെല്ലാം തരം തിരിച്ച് യോജിച്ച മാലിന്യ കൂടങ്ങളിൽ എഴുതി ചേർക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 3 മാലിന്യ കൂടങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്? മഞ്ഞ അജൈവ മാലിന്യങ്ങളാണ്, പച്ച ജൈവ മാലിന്യങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ ചുവപ്പ് കൂടം അപകടകരമായ മാലിന്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന വസ്തുക്കൾ ഒന്ന് തരംതിരിച്ച് എഴുതി നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം അജൈവ മാലിന്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. PVC പൈപ്പ്, പ്ലാസ്റ്റിക് ബോട്ടിൽ, പ്ലാസ്റ്റിക് കവർ ഇതൊക്കെ അജൈവ മാലിന്യങ്ങളാണ്. ഇനി ജൈവ മാലിന്യങ്ങളാണ് പഴം, പച്ചക്കറി അവശിഷ്ടങ്ങൾ, ഭക്ഷണ അവശിഷ്ടങ്ങൾ. അടുത്തത് അപകടകരമായ മാലിന്യങ്ങളാണ് കീടനാശിനി കുപ്പികൾ, പഴകിയ ബാറ്ററി, ഉപയോഗശൂന്യമായ ബൾബുകൾ. അപ്പോൾ ഇതുപോലെയാണ് നമ്മളിത് തരംതിരിച്ചിട്ടുള്ളത്. അതിലെ തന്നെ രണ്ടാമത്തെ ചോദ്യം, വീടും പരിസരവും വൃത്തിയുള്ളതാണോ എന്നറിയുന്നതിനുള്ള ഒരു നിരീക്ഷണ പട്ടിക തയ്യാറാക്കുക. പട്ടികയിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വീടും പരിസരവും വൃത്തിയാക്കുന്നതിനായി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്? റിപ്പോർട്ട് തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. വീട്ടുപരിസരത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കിടപ്പുണ്ട്. വീട്ടുപരിസരത്ത് പൊട്ടിയ ചിരട്ടകൾ, പഴയ ടയറുകൾ എന്നിവയുണ്ട്. വീടിനു ചുറ്റുമുള്ള കാട് വെട്ടിത്തെളിച്ചിട്ടുണ്ട്. കിണർ വലയിട്ടു മൂടിയിട്ടുണ്ട്. വീട്ടുപരിസരത്ത് മലിനജലം കെട്ടിക്കിടപ്പുണ്ട്. വീടിനു ചുറ്റുവട്ടത്തുമുള്ള കാടും പരിസരവും വെട്ടിത്തളിക്കുക. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്കുകൾ, ചിരട്ടകൾ, ടയറുകൾ എന്നിവ കൃത്യമായി സംസ്കരിക്കുക. കിണർ വലയിട്ടു മൂടുക. മലിനജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഡ്രൈ ഡേ ആചരിക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പ്രവർത്തനങ്ങളായിട്ട് നടപ്പാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ പ്രവർത്തനങ്ങളാണ് നമുക്ക് ആ ഒരു പാഠഭാഗത്ത് തന്നിട്ടുള്ളത്. വിലയിരുത്താം എന്നതിൽ നമുക്ക് 2 ചോദ്യങ്ങളാണ് തന്നിട്ടുള്ളത്. ആ 2 എണ്ണത്തിന് നമ്മൾ ഉത്തരം എഴുതിയിട്ടുണ്ട്.
അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളിന്ന് പറഞ്ഞു തന്ന പാഠഭാഗവും അതുപോലെ അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും എല്ലാം കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർക്കായിട്ടുള്ള വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വരും പാഠങ്ങളിലെ വീഡിയോസ് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ പ്ലേലിസ്റ്റ് ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.